എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയല്ലേ കേരളത്തിലെ കാര്യങ്ങൾ. ഒരാൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. ആൾക്ക് ജീവിക്കാൻ വേറെ നിവർത്തിയൊന്നും ഇല്ലാതല്ല കേട്ടോ. അത്യാവശ്യം നിവർത്തിയുള്ളൊരു ടീമൊക്കെയാണ്. മനോഹരമായ വ്ളോഗൊക്കെ ചെയ്ത് കാശിൽ കൊടുപ്പത്താ. എനിക്ക് മനസ്സിലായിട്ടുള്ള അയാളുടെ പാഷൻ്റെ ഭാഗമായിട്ട് അയാൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. അതെങ്ങനെയെങ്കിലും പൂട്ടിക്കണം എന്നാണ് മറ്റുള്ള കുറേ ആളുകളുടെ ആഗ്രഹം. കാരണം എന്താണ്? ആൾ വ്ളോഗ് ചെയ്യുമ്പോൾ മറ്റുള്ള റെസ്റ്റോറൻറ്റിലെ ഫുഡ് രുചിച്ച് നോക്കി കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന്. സ്വാഭാവികം. എല്ലാ റെസ്റ്റോറൻറ്റിലും കയറിയിട്ട് ഈ അടിപൊളി ഫുഡ് എന്നാണ് നിങ്ങൾ സമ്മതിക്കുമായിരുന്നു? ഇല്ല. അപ്പം നിങ്ങൾ അതിന് മറ്റൊരു കുറ്റം കണ്ടെത്തുമായിരുന്നു. സ്വാഭാവികമായിട്ട് അയാളുടേതായിട്ടുള്ള കമൻസുകൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ കുത്തിപ്പൊക്കി എടുത്തിട്ട് ഇപ്പോൾ ആളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. അതെങ്ങനെയെങ്കിലും പൂട്ടിക്കുക എന്നാണ് ലക്ഷ്യം. അല്ലാതെ അവിടുത്തെ ഭക്ഷണം മോശമായിട്ടോ അവിടുത്തെ സാഹചര്യം മോശമായിട്ടോ ഒന്നുമല്ല എന്ന് നിങ്ങൾക്കും അറിയാം, അമ്മക്കും അറിയാം. പാർക്കിംഗ് ഇല്ലാതെ പറഞ്ഞിട്ട് പൂട്ടിക്കാതെ നിൽക്കുന്നത് കുറേ ആളുകൾ. പാർക്കിംഗ് ഇല്ല എന്നതുകൊണ്ട് ആളുകൾ വരാതിരിക്കുന്നൊന്നുമില്ല. അത്യാവശ്യത്തിലേറെ ആളുകൾ വരുന്നുണ്ട്. പിന്നെ അവിടെ പാർക്കിംഗ് സൗകര്യമില്ല. ആ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും, അതിന് മാത്രം പാർക്കിംഗ് സൗകര്യമില്ല. പിന്നെ ആ റെസ്റ്റോറൻറ്റ് ഞാൻ മനസ്സിലാക്കിയത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പോകുന്ന ഒരു വഴിയിലായിട്ട് നിൽക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ അങ്ങനെ ഒരുപാട് പാർക്കിങ്ങും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പറഞ്ഞൊന്നും മറ്റേ ഒന്നുമല്ല. നമ്മുടെ മൃണാൽ ദാസിൻ്റെ ഹംഗ്രി മൃണാൽ എന്ന റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതെങ്ങനെയെങ്കിലും പൂട്ടിക്കിടന്ന ലക്ഷ്യമായിട്ടാണ് അവിടെ കംപ്ലീറ്റ് ബക്കോട്ട് യൂട്യൂബുകാർ നടക്കുന്നത്. ഇപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ വേണ്ടൊരു വീഡിയോ ഉണ്ട്. അത് വല്ലാണ്ട് ബക്കൊട്ടിപ്പോയ വേറൊരു യൂട്യൂബറാണ്, ട്രൂ TV. എനിക്കത് പറയുമ്പോൾ മൂപ്പരെ നോക്കണം ഓർമ്മ വരണ്ടേ. അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചാണല്ല, പാലക്കാരനോ പാലത്തുമ്പെന്ന് വീണിട്ടുണ്ടായതോ എന്തൊക്കെയാണ്. മൂപ്പര് ഭയങ്കര രസമാട്ടോ മൂപ്പര് വീഡിയോയുടെ തുടക്കം. ഞാൻ മൂപ്പര് ഫോട്ടോ ഒന്നും ഇതിലിട്ടുന്നില്ല. ഇപ്പം അതിന് മൂപ്പര് താടി പൊക്കിച്ച് വരണ്ട. മൂപ്പര് ഭയങ്കര രസമാണ്. നമ്മളെ ബോധിപ്പിക്കാൻ പോയിട്ട് ഈ ഷോപ്പിൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മൂപ്പര് ഫുഡ് കഴിച്ചു. എന്ത് ഫുഡാണ് കഴിച്ചെന്നറിയോ? നാരങ്ങ വെള്ളം. ഈ ഒരു നാരങ്ങ വെള്ളം ലെമൺ ജ്യൂസോ അങ്ങനെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് ഇതുമ്പോൾ തന്നെ മൂപ്പര് അങ്ങോട്ട് തുടങ്ങണം കേട്ടോ. അതിൻ്റെ സ്ട്രോക്ക് ഒരു രൂപയോ 10 രൂപയോ എന്തോ ചാർജ് ചെയ്യുന്നു മൂപ്പര് അവകാശപ്പെടുന്നത്. 1 രൂപയായിരിക്കാം. അത്രയൊന്നും ശ്രദ്ധിച്ചില്ല. അയാളുടെ വീഡിയോ ഒക്കെ ആരും ശ്രദ്ധിക്കുന്നത് ഒന്നൊന്ന് ഓടിച്ചിട്ട് എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണ്ട. നാട്ടുകാരത്തെറിവിളിന് എന്നും പരിപാടി. അതന്നെ ഇവിടെയും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലെ സാഹചര്യങ്ങളെക്കുറിച്ചോ, അവിടെ ഈച്ചയാണോ പാറ്റയാണോ പാമ്പാണോ പഴുതാരയാണോ ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റുന്നതാണ് കഴിക്കാൻ പറ്റുന്നതാണോ ഇതിനെക്കുറിച്ചൊന്നും മൂപ്പർക്ക് കമൻസ് ഇല്ല. മൂപ്പരി ഗഡിനെ നമ്മളെ മൃണാളിനെ 4 തെറി പറയാൻ വേണ്ടിയിട്ട് മൂപ്പര് ക്യാമറയും പൊക്കി വെച്ച് റെസ്റ്റോറൻറ്റിൽ വന്നു. അവിടെ വന്നിട്ട് മൂപ്പർക്ക് കൊടുത്ത ട്രയല് ചായേൻ്റെ കുറച്ച് അംശം, ചായേൻ്റെ കുറച്ച് അംശം ഉണ്ടായിരുന്നു. ഇത്രേ ഇവിടെ ബക്ക് ഒട്ടിയവന് അത് റെസ്റ്റോറൻറ്റ് ചായേൻ്റെ അല്ലാണ്ട് പിന്നെ എൻ്റെ കള്ളിൻ്റെ അംശം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അത് മൂപ്പര് വീഡിയോ എടുത്ത് പിന്നെ മൂപ്പര് വക്ക് ഒട്ടിയ ഞാൻ പറഞ്ഞില്ലേ ലെമൺ ജ്യൂസ് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് മൂപ്പര് ഹൈലൈറ്റ് ചെയ്ത പ്രശ്നം എന്താണെന്ന് പറയും എനിക്ക്. എൻ്റെ പൊന്നു മാധ്യമ പ്രവർത്തക, സ്വയം അങ്ങനെയാണല്ലോ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തക സ്ട്രോക്ക് കാശ് മേടിച്ചു എന്നുള്ളതാണ് അല്ലേ. എന്നിട്ടിങ്ങനെ അപ്പോഴേ മനസ്സിലായി ഉടായ്പായിട്ട് അതിനെ തെറി പറയാൻ വേണ്ടി മാത്രം വന്നതെന്ന്. താനോ ഇങ്ങനെ ആയിപ്പോയി. താൻ ബാക്കിയുള്ളവരെയും കൂടി തൻ്റെ അതേ ഫിഗറിൽ കാണല്ലടോ. മൂപ്പര് ആസ് യൂഷ്വൽ വന്ന് മൂപ്പര് സ്റ്റുഡിയോയിൽ കയറി തെരുവിളി അങ്ങോട്ട് തുടങ്ങി. ഈ പറയുന്ന കേടി സ്വന്തം സ്റ്റാഫിന് ശമ്പളം കൊടുക്കാണ്ട് ഓള് പോയി കേസ് കൊടുത്താതാ പാട്ട്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചിരിച്ചിരിച്ച് വിടും കേട്ടോ. ഇങ്ങോട്ടൊന്നും പോണില്ല. എന്തായാലും നിങ്ങളെപ്പോലത്തെ കുറേ യൂട്യൂബുകാർ കാരണം കേരളത്തിൽ വികസനം ഇങ്ങനെ വന്ന് വികസിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും പൂട്ടിക്കെട്ടിക്കണം എന്നുള്ള യാറ്റ ലക്ഷ്യത്തോടുകൂടി കുറേ പേര് ഇറങ്ങിയിരിക്കാം. കഷ്ടം എന്നല്ലാതെ കഷ്ടം. നിങ്ങൾ കുറ്റം പറയൂ, കൃത്യമായി അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അതിനൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അതിനൊക്കെ നിങ്ങൾക്ക് അവകാശമുണ്ട്. അല്ലാതെ ഒരു നാരങ്ങളും പേടിച്ച് എൻ്റെ ടീമിനെ അങ്ങ് പൂട്ടിക്കണം എന്ന ലക്ഷ്യവുമായിട്ടൊക്കെ
പൊന്നു പല എന്ന് വീണതോ പാലക്കാരാ അല്ലെങ്കിൽ ട്രൂ ടി വി ആണ് പോലും. ബാക്കി എല്ലാവരും തുടർന്നുകൊണ്ടിരിക്കുന്ന ടി വി കഷ്ട. എൻ്റെ പൊന്നു പലേ കക്ക് ഒന്നും പല പണിയെടുത്ത് ജീവിച്ചുറോ എനിക്ക്